ദ പീരീഡ് ഈ നെറ്റ്വർക്ക് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല, ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ സഖിൽ സംസാരിച്ചപ്പോൾ ഒരു മേജർ പോയിന്റ് പറഞ്ഞത് ഗോൾഡിൻ്റെ കേസാണ് പറഞ്ഞത്. ഗോൾഡിൻ്റെ ആ പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ള മറ്റൊരു മെറ്റൽ ഉണ്ട്, പ്ലാറ്റിനം എന്ന് പറയുന്ന മെറ്റൽ. പക്ഷെ പ്ലാറ്റിനം നമ്മളാരും ഒരു സ്റ്റോർ ഓഫ് വാല്യൂ ആയിട്ടോ അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഉപയോഗിച്ചതായിട്ട് ഇല്ല, രാജ്യങ്ങൾ ഒന്നും ഉപയോഗിച്ചിട്ടില്ല പ്ലാറ്റിനം എന്ന് പറയുന്ന മെറ്റൽ. കാരണം പ്ലാറ്റിനം എന്തുകൊണ്ടാണ് ഇത്രയും നല്ല പ്രോപ്പർട്ടീസ് ഉള്ള മെറ്റലായിട്ടും പ്ലാറ്റിനം അച്ചീവ് ചെയ്യാതിരുന്നത് വെച്ചാൽ നെറ്റ്വർക്ക് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഓവർ ദ പീരീഡ് നമ്മൾ എന്തിനെയാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ചില സിനിമാ നടന്മാരൊക്കെ കണ്ടിട്ടുണ്ടാവും, അവരെയൊക്കെ കഴിവുള്ള നടന്മാരെ നമ്മൾ വേറെ കണ്ടിട്ടുണ്ടാവും. എന്നാലും ഓവർ ദ പീരീഡ് ആൾക്കാർ ആരെയാണ് ആക്സെപ്റ്റ് ചെയ്തത് ആൻഡ് നമ്മുടെ എല്ലാ ഐഡിയാസും നമ്മൾ അതിൻ്റെ പിന്നിൽ ഇത് ചെയ്യാൻ തുടങ്ങും. സോ ബിറ്റ് കോയിനെ ഓവർകം ചെയ്തുകൊണ്ട് ഒരു പുതിയൊരു ക്രിപ്റ്റോ കറൻസി, ഇപ്പോൾ പലരും എൻ്റെ അടുത്ത് പറയാറുണ്ട് കാസ്പ അല്ലെങ്കിൽ പുതിയ കോയിൻസ് കൊണ്ടുവന്നിട്ട് പറയും ഇത് ബിറ്റ് കോയിൻ ഓവർകം ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ഈ പറയുന്ന 2 ട്രില്യൺ എന്ന് പറയുന്നത് 2 ട്രില്യൺ വർത്ത് അസറ്റ് ക്ലാസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ബിഗർ ദൻ ഗൂഗിൾ, ഇറ്റ് ഇസ് ബിഗർ ദൻ ഫേസ്ബുക്ക്, ഇറ്റ് ഇസ് ബിഗർ ദൻ സിൽവറിൻ്റെ ക്യാപിറ്റൽ, അതായത് മാർക്കറ്റ് ക്യാപ്പിനേക്കാൾ വലുതാണത്. അപ്പോൾ അത്രയും വലിയൊരു അസറ്റായിട്ട് മാറാൻ ഒരു അസറ്റിന് ഒരുപാട് നെറ്റ്വർക്ക് എഫക്റ്റിലൂടെ കടന്നു പോകേണ്ടി വരും. അപ്പോൾ അത് അച്ചീവ് ചെയ്തിട്ടുള്ളതാണ് ബിറ്റ് കോയിൻ. ആൻഡ് അങ്ങനത്തെ അച്ചീവ് ചെയ്ത കറൻസികൾക്ക് ഇനിയും കൂടുതൽ ഈ പറയുന്ന സ്റ്റോർ ഓഫ് വാല്യൂ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ റിയൽ എസ്റ്റേറ്റിൽ നിന്നുള്ള മണി അല്ലെങ്കിൽ ഗോൾഡിൽ നിന്നുള്ള മണിയൊക്കെ ഇതിലേക്ക് ഒഴുകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം ഇതിന് ഓൾറെഡി ആ ഒരു നെറ്റ്വർക്ക് ബേസും അതിൻ്റെ പിന്നിലും ആൾക്കാർ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ബ്ലാക്ക് റോക്ക് പോലെയുള്ള കമ്പനികൾ അല്ലെങ്കിൽ മൈക്രോ സ്ട്രാറ്റജി പോലെയുള്ള ബിസിനസ്സുകൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പറയുന്നത് ഇത് 1 മില്യൺ ആവും, അല്ലെങ്കിൽ ഇത് 10 മില്യൺ ആവും, അല്ലെങ്കിൽ 100 മില്യൺ ആവും. ആൻഡ് ഇറ്റ്സ് അതിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത് ഇല്ല എന്നാണ് പറയുന്നത് ഇപ്പോൾ ബിറ്റ് കോയിൻ്റെ കേസിൽ. സോ ലോങ് ടേം ആണ് ബെനിഫിഷ്യൽ. ഒരു എക്സാമ്പിളും കൂടി ഞാൻ പറയാം. അതായത് ഇപ്പോൾ നമ്മൾ XIRR കാൽക്കുലേറ്റ് ചെയ്യും, അത് ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ 2017 ജാനുവരി 1 ഒരു ആൾ ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി, 10,000 രൂപ വെച്ചിട്ട് തുടങ്ങി എന്ന് വിചാരിക്കാം. അയാൾ SIP ആയിട്ട് എല്ലാ മാസവും 1-ാം തീയതി ഈ 10,000 രൂപ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു എങ്കിൽ 2024 ഡിസംബർ 1 വരുമ്പോഴേക്കും അയാളുടെ ടോട്ടൽ വർത്ത് ഓഫ് ദാറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വിൽ ബി 1.5 CR. വിൽ ലുക്ക് ഫോർ ദ ലോങ് ടേം, ബിൽഡ് വെൽത്ത്. നമ്മളെല്ലാവരും ഇപ്പോൾ എനിക്ക് ഈ സെഷൻ്റെ പേര് തന്നെ മേക്കിംഗ് വെൽത്ത് അല്ലേ. സോ ഇറ്റ്സ് ബീങ് വെൽത്തി, നോട്ട് മേക്കിംഗ് മണി. ഇറ്റ്സ് മേക്കിംഗ് മണി, പ്രൊട്ടക്റ്റ് ഇറ്റ്, build that wealth. So that's the idea of investing for long term.